ആകാശത്ത് രണ്ടുതരം പറവകളാണ്, പറക്കുന്നവയും പറപ്പിക്കുന്നവയും. അരികെ വരികിൽ നെഞ്ചിടിപ്പിക്കുന്ന, തമ്മിലുരുമ്മിയാൽ താളം തെറ്റിയേക്കാവുന്ന ചീറും ചിറകുകൾ. ഒരു പൈലറ്റ് ഉണ്ട്, ആ പൈലറ്റ് അത് പൊക്കുകയും താക്കുകയും ചെയ്യുന്നു. എയർ ഹോസ്റ്റസ് ഉണ്ട്. ഇവരെല്ലാവരും ഒരു എയർക്രാഫ്റ്റിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ പിന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പൈലറ്റിൻ്റെ കൺട്രോളിൽ ഇല്ലാത്ത ഒരു ഫാക്ടറാണ് വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ കിളികൾ എന്ന് പറയുന്നത്. അപ്പം പൈലറ്റിനെ സേഫായിട്ട് ലാൻഡ് ആക്കാൻ പൈലറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പറ്റം ആൾക്കാരാണ് ഈ ബേർഡ്സ് കെയറേഴ്സ് അല്ലെങ്കിൽ കിളിയടിയന്മാർ എന്ന് പറയുന്ന ആൾക്കാർ. ഒരറ്റത്തു നിന്ന് ടേക്ക് ഓഫും ഒരറ്റത്തു നിന്ന് ലാൻഡിങ്ങും ചെയ്യുമ്പോൾ ഈ ഏരിയ ഫുൾ എയർക്രാഫ്റ്റ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, ബേർഡ്സ് അല്ലെങ്കിൽ ആനിമൽസ് അവരും യൂസ് ചെയ്യുന്ന ഏരിയയാണ്. ഒരു എയർപോർട്ടിലെ സേഫായിട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യിപ്പിക്കാനും ഒരു കിളിയോ അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫോ അവിടെ വരാതെ അതിനെ സേഫായിട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാനും ടേക്ക് ഓഫ് ചെയ്യിപ്പിക്കാനുമാണ് നമ്മൾ ബേർഡ്സ് കെയറേഴ്സ് അല്ലെങ്കിൽ കിളിയടിയന്മാർ എന്ന് പറയുന്ന ആൾക്കാരെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ഒരു എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോഴോ ആ സമയത്ത് പക്ഷികളൊന്നും ഫ്ലൈറ്റിന് തടസ്സമാകുന്ന രീതിയിൽ ഉണ്ടാകാൻ പാടില്ല. അതിനെ തുരത്തി ഓട്ടിക്കുക എന്നാണ് നമ്മുടെ ജോലി. ഇവർ ഉപയോഗിക്കുന്ന ഐറ്റം അല്ലെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കറ്റ്, പടക്കം അല്ലെ ബോംബ്, എർത്ത് ബോംബ് എന്ന് നമ്മൾ ഉദ്ദേശിക്കും. പിന്നെ സ്കൈ ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താഴെ വെച്ചിട്ട് മേളിലോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പടക്കം ഒരുമിച്ച് പോവും. അപ്പം ഒരു ഹ്യൂജ് ഫ്ലോക്ക് അല്ലെ വലിയൊരു ഫ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ഫ്ലോക്കിനെ നമ്മൾ ഇമീഡിയറ്റ്ലി ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ സ്കൈ ഷോട്ട് എന്ന് പറയുന്നത്. പിന്നെ റോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ റോക്കറ്റ് ഉപയോഗിച്ച് എയിം ചെയ്താണ് ഏത് വശത്തോട്ടാണ് കിളികൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വശത്തോട്ട് എയിം ചെയ്ത് ഈ റോക്കറ്റ് എന്ന ആദ്യത്തെ സാധനം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ പോയി പൊട്ടിച്ചിട്ട് അത് കിളികളെ ആ ഏരിയയിൽ നിന്ന് തുരത്തിക്കളയും. അതുകൂടാതെ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ഈ ഓലപ്പടക്കം മാതിരത്തെ സാധനമാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ഡെസിബിൾ കൂടിയ സാധനമാണ് ഈ ബോംബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പിന്നെ കത്തിച്ച് ഏത് വശത്തു നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വശത്തോട്ട് എറിയും. പടക്കം കത്തിച്ചാണ് എറിയണത്. ആ എറിയിൽ പോയില്ലെങ്കിൽ അടുത്ത റോക്കറ്റ് കത്തിച്ച് എറിയും. പിന്നെ മറ്റേ സ്കൈ ഷോട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് മേളിൽ പോയി ഒരു 3 വെടിയാകും. അപ്പോഴും ഒരുമാതിരിപ്പെട്ടൊക്കെ മാറിയില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ടെൻഷൻ തന്നെയാണ്. പൈലറ്റിന് ഏരിയ കൺട്രോളുമായിട്ട് കൺട്രോളുണ്ട്. അവർക്ക് ടെക്നിക്കലി കുറേ എയർക്രാഫ്റ്റിൻ്റെ അകത്ത് തന്നെ കുറേ ടെക്നിക്കൽ ഐറ്റംസ് ഉണ്ട്, കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, റൺവേയിലും കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് വെച്ചിട്ട് അവർക്ക് പിന്നെ അലൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ലാൻഡ് ചെയ്യുക. അതേസമയം ബേർഡ്സ് കെയറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഈ പറഞ്ഞ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ ഒരു റോക്കറ്റ് അല്ലെങ്കിൽ പടക്കം അല്ലെങ്കിൽ സ്കൈ ഷോട്ട് എന്ന് പറഞ്ഞ ബേസിക് എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ആ ബേസിക് എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടാണ് അവർ ഈ പറഞ്ഞ ബേർഡ്സിനെ സ്കെയർ ഓഫ് ചെയ്യുന്നതും. ഈ ബേസിക് എക്യുപ്മെൻറ്റ് ലൈക്ക് റോക്കറ്റ്, സ്കൈ ഷോട്ട്, ബോംബ് അല്ലെങ്കിൽ ഈ ബേസിക് എക്യുപ്മെൻറ്റ് വെച്ചിട്ടാണ് ഒരു വലിയ 747 അല്ലെങ്കിൽ ബോയിങ് 737 അല്ലെങ്കിൽ എയർബസ് 320 അല്ലെങ്കിൽ 330 മാതിരത്തെ എയർക്രാഫ്റ്റ് സേഫായിട്ട് ഈ റൺവേയിലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കുന്നത്. രാവിലെ 5:30 കയറി കഴിഞ്ഞാൽ 1:30 വരെ ഒരു ഷിഫ്റ്റ്,
പിന്നെ 11 മണിക്ക് കയറി കഴിഞ്ഞാൽ 7 മണി ഒരു ഷിഫ്റ്റ്, നൈറ്റ് 9:30 മുതൽ പിറ്റേന്ന് 5:30 വരെ ഡ്യൂട്ടി, അങ്ങനെ ഷിഫ്റ്റ് വരുന്നത്. ഫുഡും എല്ലാം ആയിട്ടാണ് നമ്മൾ വരുന്നത്. വീട്ടിൽ നിന്ന് പോസ്റ്റുകളിൽ കൊണ്ടാക്കും വണ്ടിയിൽ. അവിടെ വന്നിട്ട് നമ്മൾ ആദ്യം മൊത്തം ഒന്ന് നിരീക്ഷിക്കും. റൺവേയിൽ എന്തെങ്കിലും കിടപ്പുണ്ടോ, ചപ്പ് ചവർ എന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ നോക്കും. ഇപ്പോൾ ക്ലിയർ ആണെങ്കിൽ കുഴപ്പമില്ല. അഥവാ എന്തെങ്കിലും കിടക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ RT സെറ്റുണ്ട്, വയർലെസ് സെറ്റ്. അതിൽ നമ്മൾ വിളിച്ച് സൂപ്പർവൈസറടുത്ത് ഇൻഫോം കൊടുക്കും. വണ്ടി വന്ന് അത് മാറ്റും. ഇവിടെ 13 പോസ്റ്റ് ഉണ്ട്. 13 പോസ്റ്റിലും അന്നന്ന് സൂപ്പർവൈസർ വന്നിട്ട് ഓരോരുത്തർക്ക് ഓരോ ഏരിയ പോസ്റ്റ് ഇടും. 1 തൊട്ട് 13 വരെ പോസ്റ്റിൽ ആരൊക്കെ എവിടെയൊക്കെ പോകേണ്ടതെന്ന്. റൺവേ ആദ്യം പോയി ഉടനെ ഒന്ന് ചെക്ക് ചെയ്യും, ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളെ റൺവേ ഫ്ലൈറ്റിൻ്റെ ഷെഡ്യൂൾ എടുത്ത് നോക്കിയിട്ട് ഇന്ന സമയത്ത് ഏതൊക്കെ ഫ്ലൈറ്റുകൾ ഉണ്ടെന്ന് നോക്കും. ഇത്ര മണിക്ക് ടൈമിൽ ഫ്ലൈറ്റ് ഉണ്ടെന്ന്, ലാൻഡിങ് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മളെല്ലാം തയ്യാറെടുക്കും. നമ്മൾ നോക്കും, മൊത്തം ഒന്ന് നിരീക്ഷിക്കും. എന്തെങ്കിലും പക്ഷി ശല്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പട്ടിയോ പൂച്ചയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നൊക്കെ നമ്മൾ മൊത്തം വീക്ഷിച്ചിട്ട് നമ്മൾ തയ്യാറായി നിൽക്കും. ഓരോ പോസ്റ്റിലും ഉള്ള ആൾക്കാർ മറ്റൊരാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. RT ഉണ്ട്. ആ RT വെച്ചിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഒരു മാസ്റ്റർ ബേർഡ് വാച്ചറുണ്ട്, ഒരു സൂപ്പർവൈസറുണ്ട്. ഇവരെ ഗൈഡ് ചെയ്യും. പോസ്റ്റ് നമ്പർ 1 പിന്നെ അവിടുന്ന് അടിക്കാൻ തുടങ്ങുക. അപ്പോൾ അവിടുന്ന് അടിച്ചു കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ അത് പോസ്റ്റ് നമ്പർ 2ൻ്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ പോകും. പുറത്തോട്ട് പോകുകയാണെങ്കിൽ വളരെ നല്ല കാര്യം. അല്ലെങ്കിൽ അത് 2ലോട്ട് വരികയാണെങ്കിൽ ആ 2നെ അപ്പോൾ 2 പോസ്റ്റ് ഒരുമിച്ച് അടിക്കും. നമുക്കറിയാമല്ലോ ഫ്ലൈറ്റ് ഇത്ര ഇപ്പോൾ ലാൻഡിങ് ഇത്ര ഒരു സമയത്തിനുള്ളിൽ എത്തുമെന്നുള്ള ഒരു സമയമുണ്ട്. ആ സമയം കണക്കാക്കി ഞങ്ങളത് ക്ലിയർ ചെയ്യും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. എല്ലാവർക്കും ഒരു എയിമുണ്ട്. അപ്പോൾ ഒരാൾ അടിക്കുന്നു, പരന്ന് പോകുന്നില്ലെന്ന് പറയുമ്പോൾ മറ്റൊരു കൂടെ സഹായിക്കും. സഹായിച്ച് അവരെല്ലാം കൂടെ അടിച്ച് നമ്മളെ പരന്നിനെ പക്ഷി എങ്ങനെ തുരത്തും. നമ്മൾ എല്ലാ പോസ്റ്റുകാരും അത് ഒരുമിച്ച്, നമ്മൾ ഒരാൾ അല്ല, എല്ലാ പോസ്റ്റുകാരും അത് ക്ലിയർ ചെയ്യുന്നുമുണ്ട്. എല്ലാവരും വിചാരിക്കും നമുക്ക് ഇതൊരു ജോലിയില്ല, വെറുതെ അവിടെ ചെന്ന് ഇരിക്കുന്നു എന്നല്ല. ഫ്ലൈറ്റ് വരുന്ന സമയത്ത് നമ്മൾ അത്രയും കെയർ ചെയ്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബാഡിയിട്ടാണ്. ഒരു ഫ്ലൈറ്റിനകത്ത് ബാഡിയിട്ടായി കഴിഞ്ഞാൽ അതിരിക്കുന്ന യാത്രക്കാർ ഇത്രയും പേർ, അവരുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്. ഫ്ലൈറ്റിൻ്റെ സേഫ്റ്റി, അതിലിരിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റിയും ആണ് നമ്മളുടെ മെയിൻ എയിം. നമ്മൾ റൺവേയിൽ നിന്നും ഒരു 110 മീറ്റർ അകലമാണ്. അതായത് റൺവേയുടെ ഏറ്റവും അടുത്ത് നിന്ന് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഞങ്ങളുടേത്. ഈ ജോലി എന്ന് പറഞ്ഞാൽ 100% ഞാൻ അഹങ്കാരത്തോട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റാത്ത ഒരു ഫീൽഡാണ് ഈ ബേർഡ് സ്കെയറിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. പക്ഷേ ഏത് സമയത്തും വരാം, എപ്പോഴും വരാം. പക്ഷികൾ എപ്പോൾ ക്രോസ് ചെയ്യുന്ന നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ എത്ര ശ്രദ്ധയോടെ ഇരുന്നാലും റൺവേ നമ്മൾ ബേഡ് കാക്കേജൊക്കെ ഉപയോഗിച്ച് എല്ലാം ക്ലിയറാക്കി ഇട്ടാൽ പോലും ചില സമയങ്ങളിൽ ക്രോസിങ് വരും. ലാൻഡിങ് സമയത്ത് പ്രതീക്ഷിക്കാതെ ആയിരിക്കും. ചില റൺവേയുടെ സൈഡിലോ പുള്ളിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും ഇരിക്കും. പെട്ടെന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ ഈ സംഭവം ക്രോസ് ചെയ്യുകയാണെങ്കിൽ അടി വീണ് അങ്ങനെയൊക്കെ ഒത്തിരി ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിവിടെ കയറിയിട്ട് തന്നെ ഒരു 6-7 ബാഡ് ഹിറ്റ് എൻ്റെ ഇതിലായിട്ടുണ്ട്. ഈ 12 വർഷത്തിനിടയിൽ ഒരു 6-7 പ്രാവശ്യം ആയിട്ടുണ്ട്. ഒരു ദിവസം തന്നെ 2 ബേഡ് ഹിറ്റ് ഉണ്ടായി. അതും എൻ്റെ പോസ്റ്റിൽ തന്നെ ഉണ്ടായി. ടേക്ക് ഓഫ് സമയമായിരുന്നു. ടേക്ക് ഓഫ് പക്ഷികളൊന്നുമില്ല. പെട്ടെന്ന് ഒരു പക്ഷി ക്രോസ് ചെയ്ത് ഞാൻ നിൽക്കുന്ന സൈഡിൽ നിന്ന് ക്രോസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് തിരിഞ്ഞ് നിന്ന് പടക്കം പൊട്ടി ഞാൻ ഉരക്കാം. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരാൻ നേരം നമുക്ക് ലിമിറ്റുണ്ട്. അത് രണ്ടും ടേക്ക് ഓഫിനും അത് രണ്ടും അവധി ഇങ്ങോട്ടും വരുന്നുണ്ട്, ഫ്ലൈറ്റ് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഞാൻ 3 ദിവസം ഞാൻ ലീവ് എടുത്തു. പടക്ക് നമ്മുടെ കയ്യിൽ പിന്നെ ചില പടക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ എറിയുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കയ്യിലിരുന്ന് പൊട്ടിയിട്ടുണ്ട്. ഞാൻ വന്ന ഇടയ്ക്ക് പടക്ക് കത്തിച്ചെറിയായിരുന്നു. അപ്പോൾ കയ്യിരുന്ന് പൊട്ടി. അങ്ങനെ കൈ ഡാമേജായി. കുറച്ച് ദിവസം ഞാൻ റെസ്റ്റിലായിരുന്നു. എത്ര നിരീക്ഷണവാദിയായാൽ പോലും ചില സമയങ്ങളിൽ ദൈവത്തിനെ വിളിച്ചു പോകും. ആ ലാൻഡിങ് കഴിഞ്ഞ് സുഖമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം. അപ്പം നമ്മൾ ഒരു ദിവസം ഫ്ലൈറ്റ് ക്ലിയറാക്കി ഇറക്കി നമ്മൾ വാങ്ങിക്കണ അന്നത്തിനോട് നമ്മൾ കൂറ് കാണിക്കുകയാണ് ഇതിൽ. അപ്പം നമ്മൾ ഇതിൽ വളരെ സന്തുഷ്ടനാണ്. ഇത്രയും ആൾക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റും, അത് അതിലൊരു ഭാഗത്താവാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതിൽ ആത്മസംതൃപ്തിയുണ്ട്. അത് 30 വർഷം കൊണ്ട് ഞാൻ തുടർന്ന് ജോലി ചെയ്യുന്നതും ആ ജോലിയോട് ആത്മാർത്ഥതയും അതിനോട് ആ ജോലി നമ്മൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ ഫ്ലൈറ്റ് സർവീസ് കുറവായിരുന്നു നമ്മൾ വന്ന സമയത്തൊക്കെ. ആകപ്പാടെ അന്നുണ്ടായിരുന്നത് ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ്, പിന്നെ നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ്, ഈ 2 ഫ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പിന്നെ ഇത്രയും റിസ്ക് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് ഫ്ലൈറ്റും കൂടുതലാണ്, സർവീസും കൂടുതലാണ്, ഇതുപോലെ ഈ പക്ഷി ആക്ടിവേഷനും കൂടുതലാണ്. പഴയ കാലത്തൊക്കെ ഞങ്ങൾ ഈ നടന്നു പോക്കും നടന്നു വരവൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത് മഴയത്തായാലും ഞങ്ങൾ നടന്നു വരണം. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മളെ കാലം അല്പം പൊക്കം കൂടിയ മരത്തിൻ്റെ മൂട്ടിൽ ഇരുന്നും പിന്നെ തണുപ്പിന് വേണ്ടി ആ മണൽ കുഴിച്ച് അതിനകത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഒരു അല്പം ആശ്വാസം നമുക്ക് കിട്ടുന്നത്. 1995 ഞാൻ ജോലി കയറിയ സമയത്ത് ഒരു കുടയുടെ കീഴിലാണ് നമ്മൾ ജോലി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുറ്റും കാടാണ്. അവിടെ ഏറ്റവും കൂടുതലുള്ള പാമ്പാണ്. പാമ്പെന്ന് വെച്ചാൽ അണലി, വലിയ അണലി, അണലയും മൂർക്കൻ. നടക്കുമ്പോൾ
ഈ കാലുകൊണ്ട് ഫ്രണ്ടിലെ പുല്ലിങ്ങനെ മാറ്റിയിട്ടാണ് ഒരു കാല് വയ്ക്കാൻ. അങ്ങനെ വെച്ചേ പോകാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ചവിട്ടി പോകുമ്പോൾ നമ്മളത് മാറ്റി നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അവിടെ ചുറ്റി ഇരിക്കുന്നത് അണലി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആദ്യ കാലങ്ങളിൽ നമുക്ക് ഭാഗ്യം കൊണ്ട് നമ്മൾ അടുത്തൂടെ പാമ്പ് പോയിട്ട് പോലും നമ്മളെ കടിച്ചിട്ടില്ല. അന്ന് ഈ പറഞ്ഞതുപോലെ ഷൂവോ അല്ലെങ്കിൽ ഗൺബൂട്ടോ ഒന്നുമില്ല, സ്ലിപ്പർ ചെരുപ്പാണ്. ഇന്ന് ഈ പറഞ്ഞ 10-12 നമ്മുടെ ബേർഡ് പോസ്റ്റ് ഉണ്ടെങ്കിൽ ഈ 12 ബേർഡ് പോസ്റ്റും ഫൈബർ ഹട്ട് വെച്ചിട്ട് ഫൈബർ ഹട്ടിൻ്റെ അകത്താണ് ഇവർ ഇരിക്കുന്നത്. ഈ ഫൈബർ ഹട്ടിൻ്റെ അകത്താണ് ഇവരുടെ പിന്നെ കുടിക്കാനുള്ള വെള്ളം, കമ്മ്യൂണിക്കേഷനുള്ള RT, പിന്നെ എയർക്രാഫ്റ്റോ കാര്യങ്ങളോ ഇല്ലാത്തപ്പം ഇരിക്കാൻ ഉള്ള സൗകര്യം, ഫുഡും ഒക്കെ കഴിക്കാൻ വേണ്ടി ഒരു ചെറിയ ടേബിള്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതുകൂടാതെ ഇവർ നിൽക്കുന്ന സ്ഥലം ഒരു റൺവേ അല്ലെങ്കിൽ ഒരു ഗ്രാസ് ലാൻഡ് ഏരിയ മാതിരത്തെ സ്ഥലമാണ്. പാമ്പുകളും അല്ലെങ്കിൽ പിന്നെ പഴുതാരകളും അങ്ങനത്തെ ഇഴജന്തുക്കളും ഒത്തിരി അധികമുള്ള സ്ഥലങ്ങളാണ്. ഇവർക്ക് വേണ്ടിയുള്ള സേഫ്റ്റി ഷൂസ്, ഇവർക്ക് വേണ്ടിയുള്ള സേഫ്റ്റി ഗം ബൂട്ട്സ്, വെയിലത്ത് നിൽക്കുകയാണെങ്കിൽ ആ വെയിൽ കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള സൺ ഗോഗിൾസ്, പിന്നെ വെയിലിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സൺ ഹാറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇപ്പം ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പക്ഷിയുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടാണ്. മറ്റ് എയർപോർട്ടുകൾ എന്ന് പറയുമ്പം വിജനമായ സ്ഥലത്താണ് എയർപോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട് എന്ന് പറയുന്നത് ചുറ്റും വീടുകൾ തിങ്ങി നിൽക്കുകയാണ്. മാലിന്യങ്ങൾ പുറത്തെറിയുന്നത് കൊണ്ട് ആ മാലിന്യങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി വരുന്നതാണ് പക്ഷികൾ. പിന്നെ അടുത്ത് കടൽ സ്ഥിതി ചെയ്യുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്നും പക്ഷികൾ കൂടുതൽ കയറി വരുന്നുണ്ട്. പ്രാവും കൂട്ടങ്ങളുണ്ട്. പ്രാവുകൾ വരാൻ നേരത്തെ അത് അടിച്ചാലും പല സൈഡിൽ കൂടെ അത് ചിതറിപ്പോവും. പ്രാവ് ഒരു ഭാഗത്ത് വന്നിരുന്നത് കുറഞ്ഞത് ഒരു 5000 ഉണ്ടെങ്കിലും കാണും. അത് വന്നിരുന്ന് നമ്മൾ സൂക്ഷിച്ച് അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പെട്ടെന്ന് കയറി സ്പ്ലിറ്റായി കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ അടി വീഴും, ഉറപ്പാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. 10, 16, 20 പ്രാവ് വരെ അടിച്ച് എഞ്ചിനിൽ കയറി വീണിട്ടുണ്ട്. ടേക്ക് ഓഫ് സമയത്താണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ബേഡിക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടില്ല. നമ്മൾ ഇവിടെ ബേഡിക്റ്റ് ഉണ്ടാകാതിരുന്നിട്ടില്ല, ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപൂർവം ചില സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ബേഡ് ഹിറ്റായി കഴിഞ്ഞാലും ചിലപ്പം ഫ്ലാഷ് ആണെങ്കിൽ ചിലപ്പോൾ അത് ഫുള്ളായിട്ട് കിട്ടിയെന്ന് വരും. അതല്ല ലീഫിൽ അങ്ങനെ അടിച്ച് ചെതറിക്കഴിഞ്ഞാലും ഒത്തിരി നേരത്തെ പണിയുണ്ട്. കാരണം ഈ ചിറകൊക്കെ അങ്ങ് പിരിന്ന് റൺവേല മൊത്തത്തിൽ കിടക്കും. അപ്പോൾ ക്ലീനിങ് സ്റ്റാഫിനെ നമുക്കായിരുന്നാലും അതൊക്കെ പറക്കാനും പിന്നെ മാറ്റി പിന്നെ എവിടെയെങ്കിലും അതിൻ്റെ വേസ്റ്റ് കിടക്കുകയാണെങ്കിൽ പിന്നെ പരുന്ന് മാറത്തില്ല, അവിടെ നിന്ന് കറങ്ങും. അപ്പോൾ ആ നിൽക്കുന്ന പോസ്റ്റുകാർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. ചിലതൊക്കെ പറഞ്ഞാൽ മുന്നേൽ അടിച്ചത് വീണ് അത് ചിറകിട്ടൊക്കെ അടിക്കുമ്പോഴും അത് ആ മരണാശയെ കാണുമ്പോൾ നമുക്ക് മാനസികമായിട്ട് വിഷമം വരും, അത് പറ്റിയല്ലോ എന്നുള്ളത് വരും. പരന്തെന്ന് പറയുന്ന ഒരു സാധനം അത് പെട്ടെന്ന് പോകില്ല, അത് വട്ടവിട്ട് നിൽക്കും. അപ്പോൾ അത് കൂട്ടത്തോടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പടക്കം അടിച്ച് അതിനെ തുരത്താൻ വേണ്ടി നോക്കുമ്പോൾ അത് പെട്ടെന്ന് പോകില്ല. കാക്കയൊക്കെ ചെറിയ സൗണ്ട് കേട്ട അങ്ങ് മാറും. പിന്നെ ചിലത് റൺവേയിൽ വന്നിരുന്നാൽ പോകില്ല. എന്തെങ്കിലും തീറ്റ കാലിൽ എടുത്തുകൊണ്ടൊന്ന് റൺവേയിൽ കൊണ്ടുവച്ച് അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മളിനി എത്ര പടക്കം എറിഞ്ഞാലും അത് പോകില്ല. അത് വന്നിരുന്ന് പോയാൽ അത് അവിടെ ധരിക്കില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും റിസ്ക് എടുക്കണം. ചില അവസരങ്ങളിൽ നമ്മൾ ഓടി ചെന്ന് അടിച്ചിട്ട് അതേ സ്പീഡിൽ തിരിച്ചു വരണം, ഫ്ലൈറ്റ് ഫാനലായി പോവും. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പോയി ചെയ്ത് പെട്ടെന്ന് അതിനെ അടിച്ചിളക്കി വിട്ടിട്ട് തിരിച്ചു വന്നിരിക്കേണ്ട ഒരു സ്ഥിതിയാണ്. ട്രിവാൻഡ്രം എയർപോർട്ടിൽ പക്ഷി കാരണം ഗൾഫ് എയറിൻ്റെ ഒരു എയർക്രാഫ്റ്റ് അതിൻ്റെ എൻ്റെ അകത്തോട്ട് കിളികേറിപ്പോയി. അത് കാരണം ഇഞ്ചൻ ഫ്ലെയിം ഔട്ടായിട്ട് പിന്നെ ഇഞ്ചൻ ടോട്ടലി അൺസർവീസബിളായി. എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തായിരുന്നു ബേർഡ് ഹിറ്റായത്. അത് കാരണം എയർക്രാഫ്റ്റ് തിരിച്ചു വന്ന് ലാൻഡ് ചെയ്തു. അത് ഒരു 3 ദിവസം ഹോൾഡ് ചെയ്തിട്ടാണ് ആ ഫ്ലൈറ്റ് ഇവിടെ നിന്ന് പോയത്. ബ്ലൈഡ് എന്തോ കംപ്ലൈൻ്റ് ആയെന്നാണ് അറിഞ്ഞത്. അങ്ങനെ 3 ദിവസം കഴിഞ്ഞാണ് ആ ഫ്ലൈറ്റ് പോയത്. നമ്മൾ ഈ ചെറിയ ഗ്ലൈഡർ ഉണ്ടല്ലോ ഫ്ലൈറ്റ് ഇപ്പോഴത്തെ, അത് ഒരു പ്രാവശ്യം ലാൻഡ് ചെയ്തപ്പോൾ നമ്മളിരിക്കുന്ന പോസ്റ്റിൻ്റെ ഭാഗത്താണ് അത് വന്ന് വീഴുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അപകടങ്ങൾ യാതൊരു നിമിഷവും സംഭവിക്കാം. എയർ അറേബ്യയുടെ ഒരു ഫ്ലൈറ്റ് അത് ലാൻഡിങ്ങിൻ്റെ സമയത്തായിരുന്നു. എയർ അറേബ്യ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും അതിൻ്റെ നോസ് വീലിൽ വന്ന് ഒരു വലിയ പരുന്ത്, 1 അല്ല 2 പരുന്തായിരുന്നു ആക്ച്വലി. 2 പരുന്ത് അടിച്ചിട്ട് ആ നോസ് വീലിലുള്ള ഹൈഡ്രോളിക് പൈപ്പ് പൊട്ടിപ്പോയി. ഹൈഡ്രോളിക് പൈപ്പ് പൊട്ടിയിട്ട് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് മുഴുവൻ ലീക്കായി. അത് നോസ് വീൽ ഡൗൺ ആയിരുന്നതുകൊണ്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു. അഥവാ അതിന് മുമ്പെയോ വല്ലതും ആയിരുന്നെങ്കിൽ ആ നോസ് വീൽ ആക്ടിവേറ്റ് ആകുകയില്ല. അപ്പോൾ നോസ് വീൽ ഇല്ലാതെ വേണം എയർക്രാഫ്റ്റിന് ലാൻഡ് ചെയ്യുകയോ ടേക്ക് ഓഫ് ചെയ്യുകയോ, അങ്ങനത്തെ 1-2 കേസുകൾ വന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എൻ്റെ തൊട്ടടുത്ത പോസ്റ്റിൽ ഫ്ലൈറ്റ് ലാൻഡിങ് ആയിരുന്നു, എയർ ഇന്ത്യ. ബേഡിക്റ്റായി ഫ്ലൈറ്റ് 4 ദിവസം ഇവിടെ കിടന്നു, ലീഫ് വളഞ്ഞു പോയി. എയർ ഇന്ത്യയുടെ ഒരെണ്ണം
ഒരു ഇത് നമ്മുടെ കൊക്ക് വന്നടിച്ച് വിൻസ്ക്രീൻ അടിച്ച് വിൻസ്ക്രീൻ ഫുൾ ക്രാക്കായി. ആ എയർക്രാഫ്റ്റ് കുറഞ്ഞ ഒരാഴ്ച, ബിക്കോസ് ആ വിൻസ്ക്രീൻ വരണമെങ്കിൽ ഇവരുടെ ബേസ് റിപ്പയർ സ്ഥലത്തു നിന്ന് വരണം. അപ്പോൾ വന്നിട്ട് ആ എയർക്രാഫ്റ്റ് ഫിക്സ് ചെയ്തിട്ടാണ് ആ എയർക്രാഫ്റ്റ്. അപ്പം ഏകദേശം ഒരാഴ്ചത്തേക്ക് വേണ്ടി ആ എയർക്രാഫ്റ്റ് ഗ്രൗണ്ടഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരാഴ്ചത്തേക്ക് എയർക്രാഫ്റ്റ് ഗ്രൗണ്ടഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു നഷ്ടമാണ് എയർലൈനിന് വരുന്നത്. ഒരു ഓപ്പറേഷണലായിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ഗ്രൗണ്ടഡ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി നഷ്ടമാണ്. ഒരാഴ്ചത്തേക്കുള്ള ഫുൾ കോടികളുടെ നഷ്ടമായിരിക്കും ചിലപ്പോൾ അവർക്ക് വരും. കൂടിക്കൂടി പക്ഷികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. മാലിന്യങ്ങൾ കൂടുന്തോറും ബാഡ് ആക്ടിവിറ്റി കൂടും. ഇന്ത്യയിൽ തന്നെ ടോപ്പ് 5 ബേർഡ് സ്ട്രൈക്സ് നടന്നുകൊണ്ടിരുന്ന ഒരു എയർപോർട്ടായിരുന്നു ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട്. പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലാത്ത കാരണമാണ് നമുക്ക് ഏറ്റവും അധികം ഇന്ന് ഇവിടെ ബേർഡ്സ് കെയർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഹസാർഡ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏകദേശം 50 to 60% ഓഫ് ബേർഡ് സ്ട്രൈക്ക് റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദി ഇക്കോളജി, അണ്ടർസ്റ്റാൻഡിങ് ദി ബിഹേവിയർ ഓഫ് വൈൽഡ് ലൈഫ്, എന്നിട്ട് ആ ബിഹേവിയർ നമുക്ക് എങ്ങനെ ഒരു പാറ്റേൺ ചേഞ്ച് ചെയ്തെടുക്കാം, ഒരു ബിഹേവിയറൽ ചേഞ്ച് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, അങ്ങനത്തെ കുറേ സയൻറ്റിഫിക് അപ്രോച്ചുമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് അതും ചേഞ്ച് ചെയ്യാൻ നമ്മൾ നോക്കുന്നുണ്ട്. അതിർത്തിയിൽ ഒരു പട്ടാളക്കാരൻ നിൽക്കാൻ നേരത്ത് അവരുടെ ജീവൻ പണയം വെച്ചാൽ നിൽക്കുന്നത്. ഒരു അതിർത്തിയിൽ ഒരാൾ നുഴഞ്ഞു കയറുമ്പോൾ നമുക്ക് അവർ വെടിവെച്ചിടാൻ പറ്റും. പക്ഷെ നമുക്ക് ആ കയറിക്കഴിഞ്ഞാൽ ഒരു പക്ഷി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. റൺവേയുടെ ഇത്ര മീറ്റർ ഇപ്പുറം മാത്രമേ നമുക്ക് ഡ്യൂട്ടി ചെയ്യാൻ പാടുള്ളൂ. മുമ്പോട്ട് കയറാൻ പാടില്ല, ചില ഭാഗത്തെ സൈഡിലോട്ടും പോകാൻ പാടില്ല, അങ്ങനെ ഉണ്ട്. എങ്കിലും ചില സമയത്ത് നമ്മൾ യാദൃച്ഛമായിട്ട് ചില പക്ഷി വന്നിരിക്കും ലാൻഡിങ് സമയം, നമ്മൾ വേറൊന്നും ചിലപ്പോൾ ചിന്തിക്കില്ല, നമ്മളൽപ്പം ഫ്രണ്ടിലോട്ട് കയറി അതിനെ ഓട്ടിക്കും. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ ജോലി ചെയ്യുമ്പോൾ ടെൻഷൻ അടിച്ചിട്ടുള്ളത് ഇപ്പോൾ VIP മൂവ്മെൻറ്റ് വരുന്ന സമയത്താണ്. അതായത് പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഇവരാരെങ്കിലും വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷനാണ്. 1 മണിക്കൂർ മുന്നേ വെച്ചിട്ട് നമ്മൾ ഒരു പക്ഷി പോലും റൺവേയിൽ വരാതെ വേറെ ഏതൊരു ഹിറ്റായാലും ആ ഫ്ലൈറ്റുകളിൽ ഹിറ്റായി കഴിഞ്ഞാൽ അത് നമ്മളെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതായിരിക്കും. വന്ന് തിരിച്ച് പോകുന്നത് വരെ നമുക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു ജോലിയാണ്. സാധാരണ യാത്രക്കാർ മുതൽ പിന്നെ ലോക നേതാക്കൾ വരെ വന്നു പോകുന്നുണ്ട്. അവരെ സുരക്ഷിതമായിട്ട് അവരെ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യിപ്പിക്കുന്നതും ടേക്ക് ഓഫ് ചെയ്യിപ്പിക്കുന്നതിൻ്റെയും ഒരു വലിയ ഭാഗം ഞങ്ങൾ തന്നെയാണ്. ലോകത്തിലെ VIP-കളും സാധാരണക്കാരും വന്നിറങ്ങി പോകുന്നു. ഞങ്ങളെ അറിയുന്നില്ല. ഈ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് എങ്ങനെയാണ് പോകുന്നതാണെന്ന് അറിയുന്നില്ല. നമ്മളാരും അറിയുന്നില്ല, ആരും ശ്രദ്ധിച്ചിട്ടുമില്ല. എയർപോർട്ടിലെ ബേർഡ് കെയറിംഗ് ജോലി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അവർക്കും ഇപ്പോഴും അറിയാത്ത ആൾക്കാർ നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ട്. ഈ വരുന്ന പാസഞ്ചർ ആരും ഇങ്ങനെ ഒരു വിഭാഗമാണ് നമ്മളെ സുരക്ഷിതമായിട്ട് ഇവിടെ ഇറക്കുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ ഈ പരിസരവാസികൾക്ക് മാത്രം അറിയാം പടക്കൽ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ ഒരാതെ പടക്കം പൊട്ടിക്കുന്നു എന്ന് മാത്രമേ. എന്താണ് ജോലി, അതിൻ്റെ മാഹാത്മ്യമുള്ള അതിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്ന് പോലും ഈ ചുറ്റുപാടുള്ള വീടുകൾക്ക് അറിയത്തില്ല. ഞാനിവിടെ ജോലിക്ക് വരുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി എന്നെ കളിയാക്കുമായിരുന്നു. അന്ന് 800 രൂപ ഒരു മേസം പണി ചെയ്യുന്ന ഒരാളിന് ശമ്പളമായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് ഒരു ദിവസം കിട്ടുന്ന ശമ്പളം 256 രൂപയാണ് എനിക്ക് കിട്ടുന്ന ശമ്പളമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ എന്നെ കളിയാക്കി പറഞ്ഞ് 800 രൂപ ശമ്പളം കളഞ്ഞിട്ട് 256 രൂപ ശമ്പളത്തിന് എയർപോർട്ടിൽ ജോലിക്ക് പോകുന്നു, അവൻ കിളിയടിക്കാൻ പോകുന്നു, വെടിവെക്കാൻ പോകുന്നു എന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം കൂടി എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഞാനിതിന് മുന്നേ 7 വർഷം ദുബായിലിരുന്നു. അവിടെയും കൺസ്ട്രക്ഷൻ വർക്ക് തന്നെയായിരുന്നു. ഞാൻ ഒന്നും ഉണ്ടാക്കി. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ ജോലി കയറി ഇതിൽ നിന്ന് മിച്ചം പിടിച്ചുണ്ടാക്കിയ പൈസ എൻ്റെ വീട്ടിൽ എനിക്ക് 2 മക്കളുണ്ട്, വൈഫുണ്ട്. എനിക്ക് 3 മക്കളാണ്, 3 പെൺമക്കളാണ്. 3 പേരും ഡിഗ്രി വരെ പഠിപ്പിച്ചതും ഈ ഒരു ജോലിയുടെ ഈ ഒരു തുച്ഛമായിട്ടുള്ള സാമ്പത്തികം കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരോട് ഞാൻ ചോദിക്കും, അവർ എന്നെ കളിയാക്കി അവരോട് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്, നിങ്ങളെന്തുണ്ടാക്കി? നിങ്ങളിന്ന് 1000 രൂപ അല്ലെങ്കിൽ 1200 ശമ്പളം വാങ്ങണം, നിങ്ങളെന്തുണ്ടാക്കി? ഞാൻ ഇത്രയെങ്കിലും ഉണ്ടാക്കി. കിടക്കാൻ ഒരു വീട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അത് ഈ ജോലിയിൽ നിന്നുകൊണ്ടാണ്. ഞാൻ കടലിൽ ജോലി ചെയ്ത ആളാണ്. അപ്പം ഒരുപാട് ആൾക്കാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇതെന്തിനു വെറുതെ പടക്കെറിയാൻ പോകണം, നിങ്ങൾ നല്ല ജോലിക്കാരല്ലേ? ഞാൻ പറഞ്ഞു ജീവിത മാർഗ്ഗമാണ്, നമുക്ക് അതുകൊണ്ടെങ്കിൽ ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ. കടലിൽ ഒരു ദിവസം കിട്ടിയാൽ 10 ദിവസം കിട്ടത്തില്ല. ഇതാകുമ്പോൾ നമുക്കൊരു വരുമാനം, ഒരു മാസം ഇത്ര വരുമാനം കിട്ടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വർഷം വരെ ഈ ജോലിയിൽ പിടിച്ച് നിൽക്കുന്നത്. എൻ്റെ ഇളയമോ 5ൽ പഠിക്കുന്ന മോനോടെന്ന് ചോദിച്ചാലും അച്ഛനെന്ത് ജോലിയെന്ന് ചോദിച്ചാൽ അവൻ എയർപോർട്ടിൽ പടക്കം പൊട്ടിക്കുന്ന ജോലിയാണ് എന്ന് അവൻ സന്തോഷത്തോടുകൂടി പറയും. അതിൻ്റെ അച്ഛൻ പടക്കം പൊട്ടിക്കുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കളിയാക്കിയാൽ അവനതൊരു വിഷയമല്ലാത്ത രീതിയിൽ എൻ്റെ മക്കൾക്കും അത് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ള
ഒരു സന്തോഷം എനിക്ക്. ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമുണ്ട്. നമ്മൾ ആ ചെയ്യുന്ന ജോലി പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഏത് ജോലിയായാലും, സാധാ ജോലി പോയിട്ട് വൈറ്റ് കോളർ ജോലിയായാലും, ചെയ്യുന്ന ജോലി നമുക്ക് ആത്മസംതൃപ്തിയും അതിലെ സന്തോഷം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാനും പറ്റും, അത് നന്നായി ചെയ്യാനും പറ്റും. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് 8 മണിക്കൂർ ഒറ്റയ്ക്കാണ്. ഈ 8 മണിക്കൂർ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും കൂടെ കാണുമ്പോൾ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് ഭയങ്കര സന്തോഷമാണ്.